സൗമ്യ വ്ലോഗ് ഇസ്രയേൽ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ കൺപോളകൾക്കുള്ളൊരു മസാജാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഒരു ഏജ് കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ അമിതമായി വണ്ണമുള്ളവർക്കും നമുക്ക് കണ്ണിൻ്റെ പോളകൾക്കടിയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടിയും അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെയൊക്കെ തോന്നും. നമുക്ക് ഈ മസാജ് ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് മസാജ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ ഒരു ബൗളിനകത്ത് ചെറു ചൂടുവെള്ളം എടുക്കുക. ആ ചൂടുവെള്ളത്തിലേക്ക് 4 കഷ്ണം പഞ്ഞി ഇടുക. ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു ബൗളിനകത്ത് ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ചൂട് വേണം, എന്നാൽ അമിതമായി ചൂടാവാൻ പാടില്ല. ചെറു ചൂടുവെള്ളം മതി. അതിലേക്ക് 4 കഷ്ണം പഞ്ഞി ഇട്ട് വെക്കുക. പഞ്ഞി കുറച്ച് നേരം ഈ ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഒരു പഞ്ഞി എടുത്ത് പിഴിഞ്ഞ് കണ്ണടച്ച് പിടിച്ചിട്ട് കണ്ണിൻ്റെ പോളയുടെ പുറത്ത് കുറച്ച് സമയം വെക്കുക. നമ്മുടെ കണ്ണിൻ്റെ പോളയ്ക്ക് ചൂട് കിട്ടി എന്നൊരു ഫീൽ ആകുന്നിടം വരെ നമ്മൾ ഈ പഞ്ഞി കൺപോളകൾക്ക് മുകളിൽ വെക്കേണ്ടതാണ്. ഞാനപ്പോൾ ഇത് കാണിച്ചു തരാം. കണ്ണടയ്ക്കുക, കണ്ണിൻ്റെ പോളയുടെ പുറത്ത് കുറച്ച് സമയം വെക്കുക. പോളയ്ക്ക് കുറച്ച് ചൂട് കിട്ടി എന്ന് തോന്നുമ്പോൾ ഈ പഞ്ഞി എടുത്ത് മാറ്റുക. എന്നിട്ട് നമ്മുടെ ഇപ്പുറത്തെ കൈ കൊണ്ട് നമ്മുടെ പിരികം മുകളിലോട്ട് പൊക്കി പിടിക്കുക. കണ്ണടച്ച് പിടിച്ചിട്ട് ഇപ്പുറത്തെ കൈയുടെ ചൂണ്ട് വിരലുകൊണ്ട് ഈ സൈഡ് മുതൽ ഇപ്പുറത്തെ സൈഡ് വരെ ഇങ്ങനെ താഴോട്ട് മസാജ് ചെയ്യുക. ഒത്തിരി പ്രസ് ചെയ്യണ്ട, എന്നാൽ കുറച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് വേണം മസാജ് ചെയ്യാൻ. അതിങ്ങനെ ഇവിടെ മുതൽ ഈ സൈഡ് വരെ ഒരു പ്രാവശ്യം, അങ്ങനെ ഒരു 10 പ്രാവശ്യം ഇങ്ങനെ ഈ മസാജ് ചെയ്യണം. നമ്മൾ ഈ പിരിക മുകളിലോട്ട് പൊക്കി പിടിക്കാതെ ചുമ്മാ താഴോട്ട് ഇങ്ങനെ മസാജ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പിരിക ഇങ്ങനെ താഴോട്ട് തൂങ്ങിപ്പോരും. അതുകൊണ്ടാണ് നമ്മൾ ഈ പിരികം മുകളിലോട്ട് ഇങ്ങനെ പൊക്കി പിടിക്കുക. എന്നിട്ട് കണ്ണടച്ച് പിടിക്കണം. എന്നിട്ട് താഴോട്ട് മസാജ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അടുത്ത പഞ്ഞി എടുക്കുക. കുറച്ച് പിഴിഞ്ഞിട്ട് കണ്ണിൻ്റെ താഴെ നമ്മൾ കുറച്ച് സമയം വെക്കുക. കണ്ണിൻ്റെ താഴെ കുറച്ച് ചൂട് കിട്ടി എന്ന് തോന്നുമ്പോൾ നമ്മൾ പഞ്ഞി എടുത്ത് മാറ്റുക. കണ്ണ് തുറന്ന് മുകളിലോട്ട് നോക്കുക. മുകളിലോട്ട് നോക്കിയിട്ട് ഇവിടെ നിന്ന് ഈ സൈഡിലോട്ട് മസാജ് ചെയ്യുക. കണ്ണ് തുറന്ന് മുകളിലോട്ട് നോക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ സൈഡിലോട്ട് അത് ഒരു 10 പ്രാവശ്യം അത് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പുറത്തെ കണ്ണും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പഞ്ഞി എടുത്ത് പിഴിഞ്ഞ് കണ്ണടച്ച് പിടിക്കുക. കുറച്ച് സമയം പഞ്ഞി വെക്കുക. കൺപോളകൾക്ക് ചെറിയ ചൂട് കിട്ടി എന്ന് തോന്നുമ്പോൾ പഞ്ഞി എടുത്ത് മാറ്റുക. കണ്ണടച്ച് പിടിച്ചിട്ട് പിരികം മുകളിലോട്ട് പൊക്കി പിടിക്കണം. എന്നിട്ട് ഇവിടെ മുതൽ ഇവിടെ വരെ ഈ താഴോട്ട് മസാജ് ചെയ്യുക. ഇവിടെ നിന്ന് ഇവിടെ വരെ അങ്ങനെ ഒന്ന് വെച്ച് അങ്ങനെ ഒരു 10 പ്രാവശ്യം മസാജ് ചെയ്യണം. അതുപോലെ തന്നെ താഴെ ഭാഗവും നമ്മൾ അടുത്ത പഞ്ഞിയെടുത്ത് കണ്ണിൻ്റെ ഇപ്പുറത്തെ കണ്ണിൻ്റെ താഴെ ഭാഗത്ത് വെക്കുക. കുറച്ച് ചൂട് കിട്ടിക്കഴിയുമ്പോൾ പഞ്ഞിയെടുത്ത് മാറ്റുക. കണ്ണ് തുറന്ന് മുകളിലോട്ട് നോക്കണം. ഇവിടെ നിന്ന് സൈഡ് വരെ ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യുക. നമുക്ക് ഈ മസാജ് ഇങ്ങനെ രാവിലെയും ഒരു 10 പ്രാവശ്യം. 10 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ നിന്ന് ഇവിടം വരെ ഇങ്ങനെ ഒന്ന് വെച്ച് അങ്ങനെ 10 പ്രാവശ്യം രാവിലെയും ചെയ്യുക. വൈകിട്ടും ഈ മസാജ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ കണ്ണിൻ്റെ താഴെയുള്ള കൊഴുപ്പ് അടിഞ്ഞു കൂടിയതും അതെല്ലാം നല്ലതായിട്ട് മാറുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അടുത്ത് ഇവിടെ ഒരു ഒപ്താൽമോളജിസ്റ്റിനെ കാണിക്കുക. കണ്ണിനകത്ത് അതോടൊപ്പം മരുന്നുകൂടെ ഒഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ ഈ മസാജ് ചെയ്യുന്ന സമയത്ത് ഈ പഞ്ഞി കൊണ്ട് നമ്മൾ ഇങ്ങനെ തൂക്കുവാണെങ്കിൽ നമുക്ക് കണ്ണിൻ്റെ പോളയുടെ സ്കിന്ന് വളരെ നേർത്തതാണ്, തൊലി പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പഞ്ഞി കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്യാൻ പാടില്ല. പഞ്ഞി വെച്ച് ചെറിയ ചൂട് കൊടുക്കുക. ചൂട് കൊടുത്തതിന് ശേഷം കൈ വിരലുകൊണ്ട് വേണം ഈ മസാജ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ഈ ചൂട് വെക്കാതെ ചുമ്മാ മസാജ് ചെയ്തിട്ടും അതുകൊണ്ടും പ്രയോജനമില്ല. ആദ്യമേ ചെറിയ ചൂട് കൊടുത്തതിന് ശേഷം മസാജ് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ ഈ മസാജ് ചെയ്യുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പം നിങ്ങൾ ഈ മസാജ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. ഇനി എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.